ഈ ചില സിനിമകളൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടോ, ഓരോ ആശയങ്ങളൊക്കെ ഒളിച്ച് കടത്താൻ നോക്കി. ഇതിനകത്തൂടെ പറയുന്നുണ്ട് ഗുജറാത്ത് കലാപോ മറ്റെന്തോ വർഗീയത എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഒളിച്ച് കടത്താൻ നോക്കി. മറ്റേതിനകത്ത് ഏതാണ്ട് വാൻ, വേറെ ഏതോ സിനിമയിലും കണ്ട്, ഉണ്ണിമുകുന്ദൻ്റെ സിനിമയിൽ ഒരു സേവാഭാരതിയുടെ വാൻ കൊണ്ടുവന്ന്, അപ്പോൾ അത് ഒളിച്ച് കടത്താൻ നോക്കി. എന്തൊക്കെ ഇതിനകത്ത് ശരിക്കും ഒളിച്ച് കടത്താൻ നോക്കിയേക്കുന്നതെന്ന് വെച്ചാൽ പൃഥ്വിരാജിനെ തന്നെയാണ്. അതായത് ലൂസിഫർ ഇപ്പോൾ ഓടിക്കഴിഞ്ഞപ്പം പുള്ളിക്കാരന് മനസ്സിലായി, മോഹൻലാലിനെ വെച്ച് മോഹൻലാലിൻ്റെ സൈഡിൽ കൂടെ ഒളിച്ച് കിടത്തുക. പുള്ളിയുടെ ഇൻട്രോ ഒക്കെ തന്നെ കണ്ടില്ലേ, മോഹൻലാൽ വരുന്നതിൻ്റെ സൈഡിൽ കൂടെ കയറി വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് നല്ലൊരു ഇത് കിട്ടി, നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടി ലൂസിഫറിലൂടെ. അപ്പോൾ സെക്കൻഡ് പാർട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ കഥയൊക്കെ ഒന്ന് മാറ്റി സയ്യദ് മസൂദിനെയൊക്കെ മോഹൻലാലിൻ്റെ മറവിൽ പൃഥ്വിരാജിനെ ഒളിച്ച് കിടത്താൻ നോക്കി. എന്നിട്ട് പുള്ളിക്ക് പാൻ ഇന്ത്യൻ ആവാൻ നോക്കിയതാണ്. പുള്ളി വലിയൊരു സംഭവം ആവാൻ നോക്കിയത്. കാരണം മോഹൻലാലിനെ വെളിയിലേക്ക് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്നും വലിയ ഇഷ്ടപ്പെടുത്തൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഒരു ഗുണമില്ലാത്ത ഒരു അവച്ചനായ ഡോണെന്ന് ആൾക്കാർ വിചാരിക്കും. അപ്പോൾ ഈ സൈഡിൽ കൂടെ പുള്ളി മസിലൊക്കെ പിടിച്ച് കയറുമ്പോൾ, പക്ഷേ സൈഡിൽ നിൽക്കുന്നവൻ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ഇന്ത്യൻ റീച്ച് സൈഡിൽ കൂടെ ഒളിച്ച് കിടത്താൻ നോക്കിയതാണ്. നടന്നില്ല. ഇനിയിപ്പോൾ എന്തുവാന്ന്, L3 ഉണ്ടാവുമോ ആവോ, ലാലേട്ടനൊക്കെ ഇതിനുള്ള കരുത്തുണ്ടാവുമോ, അടുത്തൊരു യുദ്ധത്തിനുള്ള ബാല്യം ഉണ്ടാവുമോ ലാലേട്ടാ, അങ്ങ് ഇതൊക്കെ താങ്ങുന്നുണ്ടോ? എന്തൊക്കെ ഇതൊക്കെ വേണ്ട. നിങ്ങളുടെ കൂട്ടുകാർ മറ്റേ സുരേഷ് കുമാറിൻ്റെ ടീമുകളാണ് നല്ലത്. ചുമ്മാ ഈ ആൻ്റണി പെരുമ്പാവൂരും എല്ലാം കൂടെ കൂട്ടി മണ്ടത്തരം കാണിച്ച് നിങ്ങളൊരു വഴിയാക്കും. അയ്യോ, എന്ത് ചെയ്യാൻ, പാവം ലാലേട്ടൻ.